ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഹിപ്നോ തെറാപ്പിയെക്കുറിച്ചാണ്. നിങ്ങളിൽ ചിലരെങ്കിലും ഹിപ്നോ തെറാപ്പിയെ പറ്റി കേട്ടിട്ടുണ്ടാവാം. അതുപോലെ തന്നെയാണ് ഇതിനെ കൂടുതലും പേര് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുമുണ്ട്. കാരണമുണ്ട്. നമ്മൾ ചിലപ്പോൾ TV ഷോസിലൊക്കെ കണ്ടിട്ടുണ്ടാവാം. ഡെയിലി ബേസിലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ നിറയെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസുകൾ വന്നിട്ടുണ്ടല്ലേ. ഒരാളെ ഇരുത്തുന്നു, വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ ഹിപ്നോട്ടിസൊക്കെ ചെയ്തിട്ട് അവർ പുറകോട്ട് മറിഞ്ഞ് വീഴുന്നു, അവർ വേറൊരു ലോകത്തോട്ട് പോകുന്നു അല്ലേ. അപ്പം അതും ഹിപ്നോ തെറാപ്പിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് വേറൊരു കോണറിൽ കിടക്കുന്നു, ഇത് വേറൊരു കോണറിൽ കിടക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ കുറേ ഇടയായിട്ട് കുറേ പേര് എന്നോട് ചോദിക്കുകയുണ്ടായി, ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത, സെൽഫായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ചില അഡിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന ചില ദൂഷ്യങ്ങളോ അല്ലെങ്കിൽ ന്യൂനതകളോ ഉണ്ട്. അതിനെ എങ്ങനെ മാറ്റാൻ സാധിക്കും, എന്തെങ്കിലും ഒരു ഐഡിയാസ് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഓരോരുത്തരും വരുന്നത് ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഓരോ പേഴ്സണാലിറ്റിക്ക് അടിമപ്പെട്ടവരും ആയിരിക്കുമല്ലോ. എല്ലാവർക്കും ഡിഫറെൻ്റായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ളവരാവാം. അപ്പോൾ എല്ലാവർക്കും തന്നെ കോമൺലി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രയാസമാണ്. എങ്കിൽ കൂടിയും 1:1 ആയിട്ടിരുന്ന് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ കേട്ട് നമുക്ക് സജഷൻസ് ഡെഫിനറ്റ്ലി കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഹിപ്നോ തെറാപ്പിയാണല്ലോ. ഈ ഹിപ്നോ തെറാപ്പിക്ക് ഇങ്ങനത്തെ പല കാര്യങ്ങളും മാറ്റാനും അല്ല ഇംപ്രൂവ് ചെയ്യാനും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് വാസ്തവം. കോമൺലി മനുഷ്യർക്കുണ്ടാവുന്ന ചില കാര്യങ്ങളാണ് ആൻസൈറ്റി അഥവാ ഉത്കണ്ഠ എന്ന് പറയും. അമിതമായ ഉത്കണ്ഠ, ഏതിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഓവർ തിങ്കിങ് എന്നും പറയാറുണ്ട്. അതായത് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, ഒരു കാരണവും ഇല്ലാതെ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും അല്ലേ. അതൊരു വശം. പിന്നീടുണ്ടാവുന്നത് ഡിപ്രഷനാണ്. നമുക്ക് താങ്ങാൻ കഴിയാത്ത പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അതിപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് ആവാം, വാട്ടെവർ, കരിയർ പ്രോബ്ലംസ് ആവാം. ഏതെങ്കിലും ഒരു കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളവിടെ സ്റ്റക്കാവുന്ന അവസ്ഥ. പിന്നെ അതിൽ നിന്നൊരു മോചനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ കുറച്ച് പാടുപെടേണ്ടതായിട്ട് വരും. ആരെങ്കിലും ഹെൽപ്പില്ലാതെ നമുക്ക് ആ ഒരു കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ആൻസൈറ്റി, ഡിപ്രഷൻ, പാനിക് അറ്റാക്സ്, പിന്നെ ഈ പറയുന്ന പോലുള്ള പലതരം അഡിഷൻസ് ഇല്ലാത്ത ഒരു മനുഷ്യരും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പം എനിക്കൊരു അഡിഷൻസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞാലും, നമ്മളിപ്പോൾ ഒരു TV കണ്ടുകൊണ്ടിരിക്കുന്നു. TV കാണുമ്പോൾ ചിലർക്കുള്ള ഒരു കാര്യമാണ് സ്നാക്സ് ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാം. അവർക്കറിയാം അത് ഭാവിയിലത്തേക്ക് നല്ലതിനല്ല. കാരണം പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ ഫാറ്റൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതല്ല, എനിക്ക് നിർത്തണം എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ കൂടിയും നമുക്കതിൽ നിന്ന് ഒരു പൂർണ്ണമായിട്ട് വിട്ടുവരാനൊന്നും സാധിച്ചെന്ന് വരത്തില്ല. കുറേ നമ്മൾ ശ്രമിച്ചു നോക്കും. നാളെ തൊട്ട് ഞാൻ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യും, അല്ല 21 ഡേയ്സ് ഞാൻ ചെയ്യുന്നില്ല, അപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളും ഉണ്ട്. കുറേയൊക്കെ നമുക്ക് പറ്റുമായിരിക്കും, പക്ഷെ പൂർണ്ണമായിട്ടൊരു വിമുക്തി കിട്ടുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. അതുപോലെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ചില കാര്യങ്ങളാണ്, അവർക്ക് ആങ്കർ ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ പെരുമാറ്റ വൈകല്യങ്ങൾ. മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണം എന്നറിയത്തില്ല, എങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കണം എന്നറിയത്തില്ല, ഒരു പൊതു സദസ്സിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ആളുകളോട് ഇടപെടണം എന്നറിയത്തില്ല. കുട്ടികളിലും ഉണ്ട് കേട്ടോ ഈ സോഷ്യൽ ആൻസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഫോബിയ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതായത് മുതിർന്നവർക്കും ഉണ്ട്. ഒരു ഗ്യാതറിങ്ങിന് പോയാൽ അല്ലെങ്കിൽ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ ചെന്ന് നിന്ന് കഴിയുമ്പോൾ ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, അവർ പുറകോട്ട് വലിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് 10 പേരുടെ മുന്നിൽ നിന്നൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി നിന്നൊന്ന് സംസാരിക്കാനൊന്നും സാധിച്ചെന്ന് വരത്തില്ല. കാരണം അവർ മുട്ട് വിറയ്ക്കുന്നു, ഷിവറുണ്ടാവുന്നു. അപ്പം നന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും സ്റ്റേജിൽ വന്നു കഴിയുമ്പോൾ തൊണ്ടേന്ന് ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ അവർക്ക് സാധിച്ചെന്ന് വരത്തില്ല. ഇതൊക്കെ ആൻസൈറ്റിയുടെ അണ്ടറിൽ പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഡിപ്രഷൻ.
രണ്ടുമാണ് മനുഷ്യർ മെയിനായിട്ടും കാണുന്ന ചില അതിനെ മാനസിക പ്രശ്നമൊന്നും പറയാൻ പറ്റത്തില്ല. അതൊരു മെൻ്റൽ സ്റ്റാറ്റസാണ്. അതെല്ലാം മനുഷ്യർക്കുള്ളതാണ്. അതൊന്നും വലിയ തലങ്ങളിലോട്ടൊന്നും നമുക്ക് തൽക്കാലം ഇപ്പോൾ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്ന് അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനില്ലാതെ അല്ലെങ്കിൽ ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാണ്ട് അതിന് പ്രോപ്പറായിട്ടുള്ള കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മെഡിസിൻസോ ഒന്നും എടുക്കാതെ ഇങ്ങനെ കൊണ്ടു നടന്ന് കുറേ കാലം കഴിയുമ്പോൾ അതൊരു അറ്റാക്ക് പോലെ ഹൃദയത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പല ആളുകൾക്കും ഈ അറ്റാക്ക് എന്ന് പറഞ്ഞൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുമ്പോൾ അത് പാനിക് അറ്റാക്ക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് ആൻസൈറ്റി മൂലം ഉണ്ടാകുന്ന ഒരു അറ്റാക്ക് പോലെ തന്നെ നെഞ്ചുവേദന വരികയാണ്. ശരിക്കും അത് ഹാർട്ടിൻ്റെ കംപ്ലയിൻറ്റ്സ് ഒന്നും അല്ല, നമ്മുടെ ഇമോഷൻസിലുണ്ടാവുന്ന വേരിയേഷൻസ് മൂലം നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം അത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ ബെസ്റ്റാണ് ഹിപ്നോതെറാപ്പി. അതുപോലെ കുട്ടികളിൽ കുറച്ച് മുതിർന്നു കഴിഞ്ഞാലും 12-13 വയസ്സിലൊക്കെയും ബെഡിലൊക്കെ മൂത്രം ഒഴിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ. അവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവത്തില്ല. ചില മാതാപിതാക്കൾ അവരെ ഓവറായിട്ട് ശിക്ഷിക്കുന്ന കാണാം, പണിഷ്മെൻറ്റ് കൊടുക്കും, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അതുപോലെ തന്നെയാണ് നെയിൽ ബൈറ്റിങ്, നഖം കടിക്കുന്നു. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലാത്ത ചില മാതാപിതാക്കളുടെ കംപ്ലയിൻസ് ആണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എത്ര ശിക്ഷണം കൊടുത്താലും അവനൊന്നും പാഠം പഠിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് അഡിഷൻസും. ഞാൻ പറഞ്ഞല്ലേ, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അഡിഷൻസിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് മൊബൈൽ ഫോൺ അഡിഷൻസാണ്. നമുക്കറിയാം മൊബൈൽ ഫോൺ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബ്രെയിനും ഒന്നും നല്ലതല്ല. എങ്കിൽ കൂടിയും മൊബൈൽ ഫോൺ എനിക്ക് തോന്നുന്നത് വീക്ക്ലി ഒരു ദിവസമെങ്കിലും മൊബൈൽ ഫോൺ ഒന്ന് യൂസ് ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കാൻ പാടാണ്. എങ്കിൽ കൂടിയും ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2 hour-എങ്കിലും, ഒരു 3 hour-എങ്കിലും നിങ്ങൾ അതിനെ ഒന്ന് മാറ്റി വയ്ക്കൂ. സ്വസ്ഥമായിട്ട് അതവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ നിങ്ങളുടേതായ പല കാര്യം നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. മൊബൈൽ ഫോൺ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ റീഡിങ്, നമ്മുടെ വായനാശീലം എവിടെയോ നഷ്ടപ്പെട്ടു പോയില്ലേ. ഏതെങ്കിലും ബുക്ക് എടുത്ത ആ സമയത്ത് വായിച്ചു തുടങ്ങും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഹോബീസോ ഉണ്ടെങ്കിൽ അത് ചെയ്തു തുടങ്ങും. പെയിൻറ്റിങ്സോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ആ ടൈം സ്പെൻഡ് ചെയ്യൂ. അല്ലെങ്കിൽ കുട്ടികളോട് ഒരുമിച്ചുള്ള ടൈം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കപ്പിൾസ് ടൈം കിട്ടും. അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഈ മൊബൈൽ ഫോൺ കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് മാറ്റി വെച്ച് നോക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ സയൻസ് പരമായ വിഷയങ്ങളിലൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ചില പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ്, ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബ്രെയിനിൽ പകർന്നു കൊടുക്കുകയാണ് ഹിപ്നോതെറാപ്പി മൂലം. ഹിപ്നോതെറാപ്പി കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് അയാളുടെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് കൗൺസിലിങ്ങിലൂടെ ഒന്നും ശാശ്വതമായ പരിഹാരമൊന്നും കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ ഹിപ്നോതെറാപ്പിക്ക് അതിനകത്ത് നല്ലൊരു സ്വാധീനം ചെലുത്താൻ സാധിക്കും. ആ പേഷ്യൻ്റെ പ്രശ്നങ്ങളൊക്കെ കേട്ട് അയാൾക്കൊരു ചെറിയ തെറാപ്പിയാണ് കൊടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കും തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ സംഭവമാണ്. അതൊന്നുമല്ല. ആളെ അവിടെ ഇരുത്തി, റിലാക്സ് ആയിട്ട് ഇരുത്തി, കുറച്ച് നേരം സംസാരിച്ച് ആളെ ഒന്ന് റിലാക്സ് ആക്കിയതിന് ശേഷം ചില നല്ല കാര്യങ്ങൾ, അയാൾക്ക് എന്താണോ മാറ്റാൻ അയാൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് അയാൾക്ക് സ്വയം മാറ്റണമെന്ന് ആഗ്രഹിച്ചു വരുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയണമെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് പോകണം. അല്ലെങ്കിൽ നമ്മൾ ഒരാൾ കൊണ്ടുപോകാനൊക്കെ പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്. പക്ഷെ നമ്മൾ തന്നെ വിചാരിക്കണം എനിക്ക് ഇന്ന കാര്യങ്ങൾ മാറ്റണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ആപ്റ്റായിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഡെഫിനറ്റ്ലി സഹായിച്ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പോസിറ്റീവായിട്ടുള്ള ചില നല്ല കാര്യങ്ങൾ അവരുടെ ബ്രെയിനിലേക്ക്, അതായത് ഇതിന് വേറെ വശങ്ങളുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ്
പകർന്നു കൊടുക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ചില ആളുകളൊക്കെ പേടിക്കാൻ വേണ്ടി മാത്രമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളിലേക്ക് ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. നിങ്ങളതിങ്ങനെ റിലാക്സ് ആയിട്ടിരുന്ന് കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിറ്റേ ദിവസം തൊട്ട് തന്നെ അതിൻ്റെ നല്ല ബെനിഫിറ്റ്സ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കിട്ടുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ 1-2 വിസിറ്റിങ്ങിനോ അല്ല സിറ്റിങ്ങിന് വരേണ്ടതായിട്ട് വരാം. അത് വളരെ റെയറാണ്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് പറയാൻ 1-2 കാര്യങ്ങളുണ്ട്. അതായത് പോസ്റ്റ് ട്രോമ എന്ന് പറയും. പാസ്റ്റ് ട്രോമ, ചില ഇൻസിഡൻസുകൾ, പാസ്റ്റിൽ നമുക്കുണ്ടാകുന്ന ചില ഇൻസിഡൻസ് മൂലം ഒരു ട്രോമ, ഒരു വലിയ ആഘാതം ചില മനുഷ്യരിലുണ്ടാക്കുന്നു. അപ്പോൾ അതിൽ നിന്നുണ്ടാക്കുന്ന ആൻസൈറ്റിയിലൂടെ അവരിങ്ങനെ ജീവിച്ചു പോകുന്നു. പിന്നെ ജീവിതത്തെ സ്വയം എന്താ പറയുക, എനിക്കിനി ജീവിക്കണ്ട, അല്ലെന്നുണ്ടെങ്കിൽ എന്താണോ നമ്മുടെ ജീവിതത്തിൽ പാസ്റ്റ് നടന്ന ഒരു സംഭവത്തെ പിന്നെ നമ്മൾ ഭയക്കാൻ തുടങ്ങുന്നു. അത്തരം ആളുകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആളുകളുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ പോവില്ല. അത്തരം അവസ്ഥകളിലേക്ക് പിന്നെ പോകാൻ നമ്മൾ മടിക്കുന്നു. അപ്പം അങ്ങനെയുള്ള 1-2 പേര് എൻ്റെ അടുത്ത് വരികയുണ്ടായി. ഞാൻ നല്ല നല്ല ഒരു തെറാപ്പി, അതായത് ഹിപ്നോതെറാപ്പി പ്ലസ് മെഡിറ്റേഷൻസ് ആണ് കേട്ടോ കൊടുത്തത്. ഇതുമൂലം അവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. 2 പേർക്കും പിന്നീട് വരേണ്ടതായിട്ട് ആവശ്യം വന്നില്ല. കാരണം പിന്നീട് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് വളരെ നല്ല മാറ്റമാണ് ഉണ്ടായത്. പേരൻസും പറയാറുണ്ട്, കുട്ടികളുടെ പേരൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല മാറ്റം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്കിവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾ ആർക്കെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് എനിക്ക് വേണ്ട, നാളെ തൊട്ട് ഞാനിനി അത് ചെയ്യില്ല, നാളെ എൻ്റെ ഭാവിക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ നാളെ തൊട്ട് നിർത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം മാറി ചിന്തിക്കാൻ ശ്രമിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് അതിന് ഉചിതമായിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ അവർ പറയുന്ന ആ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് അവിടെ നമുക്ക് ശാരീരികമായിട്ട് ഒരു എഫോർട്സും ഉള്ള കാര്യങ്ങളല്ല. ഓക്കെ, ശാരീരികമായിട്ട് മാനസികമായിട്ട് പോലും ഒരു എഫോർട്സ് ഇല്ല. ജസ്റ്റ് അവർ പറയുന്ന ആ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതുമൂലം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. ഇതെൻ്റെ വാക്കാണ്. അപ്പോൾ ഹിപ്നോതെറാപ്പി എനിക്ക് തോന്നുന്നു ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില ആളുകൾ മാത്രമേ ഉള്ളൂ, ചില രോഗാവസ്ഥകൾ മാത്രമേ ഉള്ളൂ. ബാക്കി മിക്കവാറും എല്ലാ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ സ്വഭാവത്തിലും പേഴ്സണാലിറ്റിയിൽ വരെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഹിപ്നോതെറാപ്പി മൂലം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് വീഡിയോകളൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ട പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ തന്നെ മറ്റു ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു കാര്യം കിട്ടുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണമെന്നാണല്ലോ, അല്ലേ? എങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ, പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ കയ്യിൽ 1000 രൂപ ഇരുന്നിട്ട് അതിൽ ഒരു 100 രൂപ പോലും നിങ്ങൾ ആവശ്യക്കാരിൽ എത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആവശ്യക്കാരനെ കണ്ടിട്ട് അയാളെ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ, ആ 1000 രൂപ കൊണ്ട് നമ്മൾ വിചാരിക്കുക 1000 രൂപ, അത് ഞാൻ ആർക്കും കൊടുക്കില്ല, ഇതെൻ്റെ മാത്രം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, ഇതെൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കാം. പക്ഷേ ആ 1000 രൂപയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു 200 രൂപയെങ്കിലും അല്ലെങ്കിൽ 100 രൂപയെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും അത് ഏറ്റവും ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തു നോക്കൂ. ലൈഫ് എങ്ങനെ മാറി മറിയുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും. കൊടുക്കുന്നതിന് മാത്രമേ കിട്ടുള്ളൂ, അത് മനസ്സിലാക്കുക. അപ്പം ദാനം ധർമ്മത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ കൂട്ടി വയ്ക്കുന്നത് കൊണ്ട് ചിലപ്പം എന്താ നാളെ സംഭവിക്കാൻ പോകുന്നത് നമുക്കൊരു ഐഡിയയും ഇല്ല. എന്തും സംഭവിക്കാം, അല്ലേ? നമ്മൾ കൂട്ടി വച്ചിരിക്കുന്ന സാധനം ചിലപ്പോൾ നാളെ
ഇപ്പം തന്നെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് കൊറോണ പാൻഡമിക് വന്നു, അതുപോലെ തന്നെ ഫ്ലഡ്സ് വരുന്നു. അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? നമ്മളിപ്പോൾ ഒരു മനുഷ്യനിൽ അത് കൊടുക്കും, ഒരു മനുഷ്യനത് കൊടുക്കുമ്പോൾ, ദാനം ചെയ്യുമ്പോൾ, ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മളൊരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ, ചിലപ്പോൾ സാമ്പത്തികമായിട്ടാവാം, ചിലപ്പോൾ എന്താ പറയുക, ഇമോഷണലി ആവാം, ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കാൻ ആ സമയത്ത് വരും. ഓക്കെ, ചിലർ യുക്തിവാദി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ പലരും യുക്തിവാദികളുണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഈശ്വരനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവാം, ജസ്റ്റ് വിശ്വാസമുള്ളവരുണ്ടാവാം, അങ്ങനെ പല ആളുകളും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആ ദൈവികമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കർമ്മയിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ കർമ്മയ്ക്ക് ഭയങ്കര ഫലമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു അതായിരിക്കും നമ്മളെ തേടി വരിക എന്ന് മനസ്സിലാക്കുക. നമ്മളൊരാളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചതിയും വഞ്ചനയും നാളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെയാണ് എല്ലാം. കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ധനം കൂടുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, വീഡിയോ കുറേ ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും താങ്ക്സ് പറയുന്നു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡൻസോ കൗൺസിലിംഗ് സപ്പോർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ്. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.